സർ, ഭജനയും ഗാനമേളയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പോൾ നന്ദഗോവിന്ദ ഭജൻസിന്റെ പ്രശ്നം വന്നതുകൊണ്ടാണ് അവർ ക്രിസ്തീയ ഒരു ക്രിസ്തീയ ഭക്തിഗാനം ആലപിക്കുന്നു. യേശുദാസ് പാടിയതാണ്. എന്നിട്ട് അത് അമ്പലത്തിനകത്താണ്, വിഷ്ണു ക്ഷേത്രത്തിനകത്താണ്. ഇതപ്പോൾ ശരിക്കും തെറ്റാണോ അവർ ചെയ്തത്? അല്ല, അതിൽ ഒരു കാര്യമുള്ള അനൗചിത്യമുണ്ട് അതിനകത്ത്. അതിലൊരു സംശയവും വേണ്ട. കാരണം ഭജന എന്ന് പറയുന്നത് പള്ളിയിൽ പാടുന്ന ഒന്നല്ല. അത് ഭജൻ എന്ന് പറയുന്നത് പള്ളിയിൽ പാടാറുമില്ല. ക്രിസ്തീയ ഭജനകളുണ്ടോയെന്ന് എനിക്കറിയില്ല. ക്രിസ്തീയ ഭക്തി ഗാനങ്ങളുണ്ട്. നല്ല ഒന്നാം തരം ഭക്തി ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതില്ല എന്ന് പറയാൻ പറ്റില്ല. അതിലേറ്റവും മനോഹരമായിട്ടുള്ള ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുള്ളത് പി ഭാസ്കരനും ഭാസ്കരൻ മാഷും വയലാറും ഒക്കെ തന്നെയാണ് ഏറ്റവും നല്ല ഒന്നാന്തരം ഭക്തിഗാനങ്ങൾ, ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് നല്ലതുമാണ്, അതിലെനിക്ക് ഒരു സംശയവുമില്ല. പള്ളികളിൽ എന്തിന് ഈ സത്യൻ അന്തിക്കാട് എഴുതിയ ഒരു വാതിൽ തുറക്കുന്നീ കാലമേ എന്ന് പറയുന്നൊരു ഭക്തിഗാനം സത്യൻ എഴുതിയതാണ്. അതിലൊരു ചെറിയ ഈ ക്രൈസ്തവ മതവുമായി ബന്ധപ്പെട്ട ആ ഭക്തിഗാനത്തിലൊരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതെന്ന് വെച്ചാൽ എന്താണ് ഇടയൻ കൈവിട്ട കുഞ്ഞ്, അങ്ങനെ ഒരു സങ്കല്പം ക്രിസ്തുമതത്തിലില്ല. ഇടയൻ കൈവിടാറില്ല. ഇടയൻ എല്ലാത്തിനെയും 99 ആടുകൾ കൂടെയുള്ളപ്പോഴും കൂട്ടം തെറ്റിയ കുഞ്ഞാടിനെ തേടിപ്പോയി കൂടെ നിർത്തുന്നതാണ് ഇടയൻ. അപ്പോൾ അതുകൊണ്ട് ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ എന്ന പ്രയോഗം ക്രൈസ്തവ മതവുമായി നോക്കുമ്പോൾ അത് കോൺഫ്ലിക്റ്റ് ഉണ്ട്, അതിനകത്ത് വൈരുദ്ധ്യം ഉണ്ടെങ്കിലും നല്ല ഭക്തിഗാനമാണ്. അത് കേൾക്കാനും നല്ല സുഖമാണ്. ഞാനിത് പള്ളിമണികളെ എന്നുള്ള പാട്ട്, സുശീല പാടിയിട്ടുള്ള പാട്ട്, ഇതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ ഇത് ഈ ദൈവപുത്രന് വീഥിയൊരുക്കുവാൻ സ്നാപക യോഹന്നാൻ വന്നു, എത്രയോ ഭക്തിഗാനങ്ങൾ ഗംഭീരങ്ങളായിട്ടുണ്ട്. അതൊക്കെ നല്ലതാണ്. അത് പക്ഷേ ഒരു ഭജന പാടുന്ന സ്ഥലത്ത് ഇത് പാടാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഭജന കേൾക്കാൻ വേണ്ടി വരുന്നവർ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരും അവർ ആ മതവിഭാഗവുമായി ബന്ധപ്പെട്ട ഭജനകൾ പാടുന്നത് കേൾക്കാനും വരുന്നവരാണ്. സ്പെസിഫിക് ആണ് ഓഡിയൻസ്. ഒരു ഗാനമേളയ്ക്ക് വരുന്ന ഓഡിയൻസ് അല്ല ഭജന കേൾക്കാൻ വേണ്ടി വരുന്നത്. ഭജന കേൾക്കാൻ വേണ്ടി പോകുന്നവർ പ്രാർത്ഥനയ്ക്ക് പോകുന്നവരാണ്. മഹാത്മാഗാന്ധിയുടെ ഭജനകളുണ്ടായിരുന്നല്ലോ, അത് പ്രാർത്ഥനാ ഗീതങ്ങളായിരുന്നു. പ്രാർത്ഥനയ്ക്ക് പകരമായിട്ട് ആളുകൾ അവിടെ പാടുന്നതാണ് ഭജന. അത് അതിൽ വിശ്വാസമുള്ളവരാണ് അവിടെ പോകുന്നത്. അവർ സംഗീതം കേൾക്കാനല്ല പോകുന്നത്, സംഗീതം അതിൻ്റെ ഭാഗമാണെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവരൊന്നും ഇപ്പോൾ എന്താണ് നന്ദഗോവിന്ദം, അവരൊന്നും നമ്മുടെ യേശുദാസിൻ്റെ പോലെയോ അല്ലെങ്കിൽ മറ്റ് ഗായകരുടെ പോലെയോ ഒന്നും നിലവാരം സംഗീതത്തിലില്ലാത്തവരാണ്. പക്ഷേ ഭജന അവർ പാടുമ്പോൾ അത് കേൾക്കാൻ ആളുകൾ പോയിരിക്കും. അതുകൊണ്ട് അവർ ഏറ്റവും വലിയ സംഗീതജ്ഞരാണെന്ന് അവർക്കും ധാരണ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അതേ പാട്ടുകളൊക്കെ തന്നെ യേശുദാസ് പാടി കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖം ഇവർ പാടുമ്പോഴില്ല. പക്ഷേ ഭജന കേൾക്കാൻ പോകുന്നവർക്ക് അത് വലിയ ഇഷ്ടമാണ്. എന്താ കാരണം? അവരുടെ ലക്ഷ്യം ഭജന കേൾക്കലാണ്, പാട്ട് കേൾക്കലല്ല. അത് ഒരു ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ വെച്ച് നടക്കുമ്പോൾ ആ ക്ഷേത്രവുമായി, ഹൈന്ദവ ആചാര വിധികളുമായി, അതിൻ്റെ ആരാധനാ സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് ആ ഓഡിയൻസ് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അമ്പലപ്പറമ്പിലെ ഗാനമേള അങ്ങനെയല്ല. അവിടെ എന്നടി രാക്കമ്മ കേൾക്കാനും ആളുകൾ തയ്യാറാണ്. എന്നടി രാക്കമ്മ എന്ന് പറഞ്ഞൊരു പഴയ ഒരു പാട്ടുണ്ടായിരുന്നു, ഒരു ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞൊരു ഫാസ്റ്റ് നമ്പർ ഉണ്ടായിരുന്നു, വലിയ പോപ്പുലറായിട്ടുള്ളൊരു പാട്ടാണ്. അത് കേൾക്കാനും അവിടെ അമ്പലപ്പറമ്പിൽ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഗാനമേളയിൽ ഇതാകാം. പക്ഷേ ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ നടക്കുന്ന ഭജനയിൽ ഇതാകാൻ പാടില്ല. ഇവർ പോയിരിക്കുന്നതും ഭജനയുടെ യൂണിഫോമിലാണ്, അല്ലാതെ ഗാനമേളയ്ക്ക് പോകുന്ന രീതിയിൽ ഷൂസും പാൻസും മറ്റേ എന്താണ് പറയേണ്ട വർണ്ണാഭമായ പാൻസ്, മറ്റേ ഷർട്ടും അതിൻ്റെ പുറത്തൊരു കോട്ടും ഒക്കെ ഇട്ടിട്ടല്ല പോകുന്നത്. പക്ഷെ അവിടെ അങ്ങനെയാണ്.
അപ്പോൾ അത് ഈ ഇപ്പോൾ സംഗീതമാണ്, എല്ലാം സംഗീതമാണ്, എല്ലാം കേൾക്കാൻ വേണം. പക്ഷേ വേറൊരു കാര്യമുണ്ട്. കർണാടക സംഗീതം കേൾക്കാൻ വേണ്ടി പോയിരിക്കുമ്പോൾ, കർണാടക സംഗീതം കച്ചേരി കേൾക്കാൻ പോയിരിക്കുമ്പോൾ, കച്ചേരി നിന്നുകൊണ്ട് കച്ചേരിയിലെ പാട്ട് പാടുമ്പോൾ പാൻസ് ഇട്ട് പാടാൻ പറ്റും. പക്ഷെ കച്ചേരിക്ക് പോകുമ്പോൾ അങ്ങനെയല്ലല്ലോ. അല്ല, അല്ലല്ലോ. ഇരുന്നുകൊണ്ട് പാടണമെങ്കിൽ മുണ്ടെടുത്തിട്ടാവും വേണ്ടത്. അല്ല, പക്ഷേ അതേ പാട്ട് തന്നെ റിയാലിറ്റി ഷോയിൽ വന്നിട്ട് ഇവർ പാടുന്ന സമയത്ത് ഇവർ വർണ്ണാഭമായ വസ്ത്രവും ഓവർകോട്ടും ഒക്കെ ധരിച്ചിട്ടാണ് പാടുക. പക്ഷേ ഈ ശങ്കരനാഥശരീര എന്നുള്ള പാട്ട് സിനിമയിൽ പാടുമ്പോൾ ഇരുന്നുകൊണ്ടാണ് അങ്ങോട്ട് പാടുന്നത്. പിന്നെ വിഷ്വൽസിലാണ് അങ്ങനെ നിന്നുകൊണ്ട് പാടുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഓരോന്നിനും അതിൻ്റെ രീതിയുണ്ട്. അത് കേൾക്കാനാണ് പോയിരിക്കുന്നത്. കാരണം ഇത് എത്ര പ്രാവശ്യമായി ഇതിങ്ങനെ വന്ന് ഞാൻ ഈ ഒരിക്കൽ ബാലമുരളി കൃഷ്ണയുടെ ഒരു കച്ചേരി കേൾക്കാൻ വേണ്ടി വന്ന് 50 രൂപയാണ് ടിക്കറ്റ്. ഈ പഴയ TDM ഹാളിലാണ് നടക്കുന്നത്, പുതിയതല്ല, പഴയ TDM ഹാളിൽ 50 രൂപ കൊടുത്ത് ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്താണ്. എനിക്ക് ബാലമുരളിയുടെ കച്ചേരി ഇഷ്ടമായതുകൊണ്ട് കേൾക്കാം. വളരെ അന്ന് 50 രൂപ വലിയ തുകയാണ്. അത് കൊടുത്തൊരു ടിക്കറ്റൊക്കെ വാങ്ങി ഞാൻ കയറി അത് കേട്ട്. അപ്പോൾ എൻ്റെ കൂടെ ഒരു സെൻട്രൽ ഇൻ്റലിജൻസിലൊരു ഓഫീസറും ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരേ കാര്യം തന്നെ ഇങ്ങനെ ആവർത്തിച്ച് തുടങ്ങിയിട്ട് ഇതെന്തൊരു കഷ്ടം, ഇത് ഇത്രയും ആവർത്തിക്കേണ്ട എന്ത് കാര്യമുണ്ട്, താനിരുന്ന് കേൾക്കുമെന്നും പണ്ട് പുള്ളി ഇറങ്ങിപ്പോയി. ഇത്രയും ഇങ്ങനെ ആവർത്തിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ കാരണം അത് ഓരോരുത്തരുടെ ഇതാണ്. അപ്പോൾ ആ രീതിയിലാണ് ഒരു സംഗീത കച്ചേരി കേൾക്കാൻ പോകുന്നവർ, അത് കേൾക്കാൻ പോകുന്നവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അവരിതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ട് പോകുന്നവരാണ്. ഒരു ഗാനമേള കേൾക്കാൻ വേണ്ടി പോകുന്നവർ വേറൊരു മനോഭാവവുമായിട്ടാണ് പോകുന്നത്. ഒരു ഭജന കേൾക്കാൻ വേണ്ടി പോകുന്നവർ ആ ഭജനയിൽ അവർ പങ്കാളികളാണ്. മനസ്സിലായില്ലേ? അവർ ഭക്തി കൊണ്ടാണ് ഭക്തിയാണ് ഭജനയുടെ ജീവൻ. ഭക്തി എപ്പോഴും ഒരു കോൺക്രീറ്റ് കോണ്ടെക്സ്റ്റ്, അബ്സ്ട്രാക്റ്റ് ഭക്തി ഇല്ല, അമൂർത്തമായൊരു ഭക്തി ഇല്ല. ഭക്തി, സ്നേഹം ഇതൊക്കെ വരുമ്പോൾ എപ്പോഴും നമുക്ക് അതിനോടൊരു കോൺക്രീറ്റ് കോണ്ടെക്സ്റ്റ് ഉണ്ടായിരിക്കണം. അതിന് മൂർത്തമായ ഒരു സന്ദർഭം അതിനുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ നമുക്ക് ഭക്തി തോന്നില്ല. ഭക്തി എപ്പോഴും അങ്ങനെയാണ്. ദേവതയോട് ഭക്തി, സ്നേഹം തോന്നുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ വെറുതെ അത് എന്നറ്റ് ബിൾഡർ ഒരു നാടകത്തിലുണ്ട്, എനിക്ക് അബ്സ്ട്രാക്റ്റ് സ്നേഹത്തിലാണ് താല്പര്യം എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ അറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അമൂർത്തമായ ഒരു സ്നേഹം എന്ന് പറഞ്ഞൊരു സങ്കല്പമേ ഇല്ല. സ്നേഹം നിൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ അത് മൂർത്തമായിരിക്കും. അപ്പോൾ ഭക്തിയും അങ്ങനെ തന്നെയാണ്, മൂർത്തമായിട്ടാണ് വരുന്നത്. ആ മൂർത്തമായ രീതിയിലേക്കാണ് ഈ ഭക്തി വരുള്ളൂ. അപ്പോൾ അവിടെ ഭജന കേൾക്കാൻ വേണ്ടി പോയിരിക്കുന്നവർ ഈ ഭക്തി കേൾക്കാൻ വേണ്ടി പോയിരിക്കുന്നവരാണ്. ആ അമ്പലത്തിൻ്റെ അന്തരീക്ഷത്തിൽ അവർക്ക് ഒരു ക്രൈസ്തവ ഭക്തിഗാനം കേൾക്കുമ്പോൾ അത് അരോചകമായിട്ട് തോന്നും. അവർക്കത് ഇഷ്ടപ്പെടില്ല. ഇവർക്ക് ഒരു പള്ളിയിൽ പോയിട്ട് ഈ ക്രൈസ്തവ ഭക്തിഗാനം നിങ്ങൾക്ക് പാടാവുന്നതാണ്, ഒരു തെറ്റുമില്ല. പള്ളികളിൽ നടക്കുന്ന ഗാനമേളകളിൽ അത് പാടാറുമുണ്ട്. പാട്ടുകൾ എന്ന നിലക്കത് ഗംഭീരമായ പാട്ടുകളാണ്, അല്ലാന്ന് പറയുന്നേ ഇല്ല. പക്ഷേ സിനിമയിൽ വരുന്ന പാട്ടുകളും നമ്മൾ വേറൊരു സ്ഥലത്ത് കേൾക്കുന്ന പാട്ടുകളും അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഇത് വെക്കാറുണ്ടോ? ഹരിവരാസനം എന്ന് പറയുന്ന യേശുദാസ് പാടിയിരിക്കുന്ന അത് പാട്ട്, അത് കീർത്തനോ ഭജനയാണത്. ഉറക്കുപാട്ടല്ലേ ഭഗവാൻ? ഉറക്ക് ഭജനയാണത്. അത് ഏതെങ്കിലും പള്ളിയിൽ പാടുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ അത് ഇഷ്ടപ്പെടുന്ന ധാരാളം ക്രൈസ്തവരുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മുസ്ലിം പെൺകുട്ടി അത് മനോഹരമായിട്ട് പാടുന്നത് ഞാൻ കേട്ടു. അപ്പോൾ സംഗീതവുമായി ബന്ധപ്പെട്ടവർ ജാതി മത വ്യത്യാസമില്ലാതെ അതൊക്കെ ആസ്വദിക്കുന്നവരാണ്. പക്ഷേ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പാടുന്ന പാട്ടുകൾ നിങ്ങൾക്കൊരു അമ്പലത്തിൽ പാടാൻ പറ്റില്ല. അമ്പലത്തിൽ പാടുന്ന പാട്ടുകൾ നിങ്ങൾക്ക് പള്ളിയിലും പാടാൻ പറ്റില്ല. ഒരു പള്ളിയിൽ നിങ്ങൾക്ക് ഒരു പള്ളിയിൽ പാട്ടുണ്ട്, കല്യാണങ്ങൾക്ക് കുർബാനയുണ്ട്, കൊയറുണ്ട്. അതിന് കൊയറുണ്ട്, അവർ പാടാറുണ്ട്, അവർ പാടുന്ന പാട്ടുകളുണ്ട്. അവരെവിടെയെങ്കിലും മറ്റേ ചെത്തി മന്ദാരം തുളസി പാടാറുണ്ടോ?
ഇല്ല. ആ പാട്ട് മോശമായിട്ടാണോ? ഇല്ല. ധാരാളം പേര് ആ പാട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ അവർ പാടാറുണ്ടോ? ഇല്ല. അത് ആ പാട്ട് മോശമായിട്ടോ ആ പാട്ടിനോടുള്ള വിദ്വേഷം കൊണ്ടോ ഒന്നുമല്ല. ആ ലീല ജോസഫ് എന്ന് പറയുന്ന അവർ മനോഹരമായിട്ട് ആ പാട്ടൊക്കെ പാടാറുണ്ട്. അപ്പോൾ അത് യേശുദാസല്ലേ ഏറ്റവും കൂടുതൽ ഈ പാട്ടുകളൊക്കെ പാടിയിട്ടുള്ള ഒരാൾ. ഈ അതിൽ ഒരു കാരണവശാലും ഇതൊന്നും ഈ ജാതിയും മതവും ഒന്നും അതിന് ബാധകമേ അല്ല. അത് സത്യമാണ് സംഗീതത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഓരോ കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് അതിൽ മാറ്റങ്ങൾ വരും. ആ കോണ്ടെക്സ്റ്റ് ഒരു ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷത്തിലിരുന്നു കൊണ്ട് ആ വൈഷ്ണവ ഭക്തി ഗാനങ്ങൾ ഭജന കേൾക്കാൻ വേണ്ടി ചെന്നിരിക്കുന്ന ജനങ്ങളുടെ അടുത്ത് ക്രൈസ്തവ ഗാനം പാടിയതിൽ അനൗചിത്യമുണ്ട്. ആ അനൗചിത്യം ഒരുപക്ഷെ അവർക്ക് ലാഭകരമായിരിക്കാം, അല്ലാന്ന് പറയാൻ ഞാൻ തയ്യാറില്ല. ഇവരൊരു ബിസിനസ് താല്പര്യത്തിനായിരിക്കാം ഇത് ചെയ്തേക്കണം. നാളെ ഏതെങ്കിലും പള്ളിയിൽ വിളിക്കും, നാളെ ഏതെങ്കിലും ഒരു പള്ളിയിൽ വിളിക്കണമെങ്കിൽ വിളിച്ചോട്ടെ. കാരണം ഇത് കാശ് കിട്ടി തുടങ്ങുമ്പോൾ ആർത്തി കൂടുമല്ലോ. അതെ. അപ്പോൾ ആർത്തി കൂടിയപ്പോൾ എന്നാൽ പിന്നെ ഇതും കൂടി അങ്ങോട്ട് ആയിക്കളയാം. മാത്രവുമല്ല, അമ്പലത്തിൽ വേണമെങ്കിൽ ക്രിസ്ത്യാനികളും വന്നിരുന്നോട്ടെ എന്നുള്ളതാണ്. അമ്പലത്തിൽ പോകുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അവിടുത്തെ മൂർത്തിയിൽ വിശ്വാസമുള്ള ഒരാളെ അമ്പലത്തിൽ പോകേണ്ടതുള്ളൂ. അല്ലാണ്ട് അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രമൊന്നുമല്ല. അവിടെ പോയിട്ട് എന്താണെന്ന് നടക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്. അതിൽ വിശ്വാസമുള്ള ഒരാളുണ്ടെങ്കിൽ പോണില്ലാത്തവൻ പോകരുത്. അപ്പോൾ അമ്പലത്തിൽ വരികയും ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നടക്കുന്ന ഭജനയിൽ അത് കേൾക്കാനുള്ളവരാണ് പോകുന്നത്. ഇപ്പോൾ ഗുരുവായൂർ നടക്കുന്ന കച്ചേരിയിൽ ഇത് പാടാറുണ്ട്? വേറെ ഒരു പാടാറില്ലല്ലോ. ഇല്ല. അവിടെ കീർത്തനങ്ങളായിട്ടുള്ള അവിടെ കീർത്തനങ്ങളാണ് പാടുന്നത്. ശാസ്ത്രീയ സംഗീതം. കരുണ ചെയ്യുവാൻ എന്ത് താമസം കൃഷ്ണ എന്നാണ് അവിടെ പാടുന്നത്. കരുണ ചെയ്യുവാൻ എന്ത് താമസം യേശു എന്ന് ചോദിച്ചുകൊണ്ട് വേണമെങ്കിൽ പാടാവുന്നതാണ്, പക്ഷേ പാടാറില്ല. പക്ഷേ ഒരു പള്ളിയിൽ പോകുമ്പോൾ പള്ളിമണികളെ എന്നുള്ള പാട്ടിന് വലിയ അർത്ഥമുണ്ട്. ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ മനോഹരമായിട്ട് പള്ളിയിൽ പാടുന്നത് കേൾക്കാൻ നമുക്കൊക്കെ താല്പര്യമുണ്ട്. അത് വ്യത്യാസമുണ്ടെന്ന് ചോദിച്ചാൽ വ്യത്യാസമുണ്ട്. വ്യത്യാസമില്ല എന്നൊക്കെ വെറുതെ പറയുന്നതാണ്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് മറ്റേ കണി കാണും നേരം പാടാൻ പറ്റുമോ? ഈസ്റ്ററിന് ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞ് വല്ല കുർബാനയിൽ കണി കാണും നേരം യേശുദേവൻ്റെ ഇത് കാണുന്നു എന്നും പറഞ്ഞിട്ട് പാടാൻ പറ്റുമോ? ആ ട്യൂൺ പറ്റില്ല, അതും പറ്റില്ല. അപ്പോൾ അവിടെ എന്താ പാടിയാലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പാടിയാൽ വേറെ കുഴപ്പമൊന്നുമില്ല, അവിടെ പാടാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. ഇതാണ് ഇതിൻ്റെ സംഗതി. ഇത് അറിയാതെ ഒരു ബിസിനസ് താല്പര്യമാണ് ഈ ഭജഗോവിന്ദ എന്താണ് നന്ദഗോവിന്ദത്തെ സ്വാധീനിച്ചിരിക്കുന്നത്. ബിസിനസ് താല്പര്യമാണ്. അവരുടെ അത് സംബന്ധിച്ച വ്യാഖ്യാനമോ വിശദീകരണമോ വായിച്ചു അതിൽ ഒട്ടും ആത്മാർത്ഥത ഇല്ലാതെ എഴുതിയിരിക്കുന്ന ഒരു സാധനമാണ്. വെറുതെ വാക്കുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിടിച്ചു വച്ചിട്ട് എഴുതിയിരിക്കുന്ന ഒരു സംഗതിയാണ്. അത് ഒരുതരം തന്ത്രപൂർവ്വം രക്ഷപ്പെടാൻ വല്ല മാർഗം ഉണ്ടെങ്കിൽ അങ്ങനെ രക്ഷപ്പെട്ട് കളയാം എന്ന് കരുതി ചെയ്തിരിക്കുന്നതാണ്. അതല്ലാതെ ഞങ്ങൾക്കിങ്ങനെ ഒരു സംഗതി പറ്റി അല്ലെങ്കിൽ അവർക്ക് പറയാം, ഞങ്ങൾ പോകുന്നിടത്തെല്ലാം ഞങ്ങൾ ക്രൈസ്തവ ഭക്തി ഗാനങ്ങൾ കൂടി പാടും, നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി എന്ന് പറയാം. അപ്പോൾ കാര്യങ്ങൾ ശരിയാണ്. എന്നിട്ട് പറയാം, നിങ്ങൾ ക്രിസ്ത്യാനികൾ വിളിക്കണമെങ്കിൽ ഞങ്ങൾ അവിടെ വന്നിട്ട് ചെത്തി മന്ദാരം തുളസി പിച്ചകമാല പൂമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ അതിൻ്റെ കണി കാണണം എന്ന് പറയും. ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ എന്നുള്ള കാര്യവും ഞങ്ങൾ പറയും, പാടും എന്ന് പറയാൻ പറ്റുമോ? ഇവർ സിൻസിയർ ആണെങ്കിൽ അതാണ് പറയേണ്ടത്. ഇത് വെറും ഒരു മൂന്നാംകിട കച്ചവട താല്പര്യത്തിൻ്റെ പോലെയാണ്. ആ മൂന്നാംകിട കച്ചവട താല്പര്യത്തിന് വേണ്ടിയിട്ട് ക്ഷേത്ര പരിസരങ്ങളെ വിനിയോഗിക്കുന്നത് മര്യാദകേടാണ്. അത് ചെയ്യാൻ പാടില്ല.